ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ വീണ്ടും ഒരു വ്ലോഗുമായി ഞങ്ങൾ പിന്നെയും വന്നിരിക്കുന്നു സുഹൃത്തുക്കളെ. അപ്പൊ ഇന്ന് ഞാൻ എവിടെയാ പോകുന്നതെന്ന് വെച്ചാൽ ഒരു സ്ഥലം വരെ പോവാണ്. എങ്ങോട്ടേക്കാന്ന് വെച്ചാൽ ഇന്ന് ഞാൻ സിജോട്ടന്റെ കൂടെ വർക്കിന് പോവാണ് ഗൈസ്, അസിസ്റ്റന്റ് ആയിട്ട്. അല്ലേ? വ്ലോഗ് എടുക്കാൻ. അപ്പൊ ഞാന് ഇടക്ക് പോവാനുണ്ടേനു, പക്ഷെ ഇപ്പൊ ഞാൻ കൊറേ ആയി പോവാത്തെ. അപ്പൊ ഞാൻ ഇന്ന് ഒരു വെറൈറ്റി ഒക്കെ ഞാൻ വിചാരിച്ചു, എന്നാ ഞാനും കൂടി പോവാം. എന്നിട്ട് അവിടത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഒരു എങ്ങനെയാണ് ഞാൻ പണിയെടുക്കണത്, അതെ എങ്ങനെയാ അധ്വാനിക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പൊ ഒരു ക്രിസ്ത്യൻ വെഡിങ് ആണ്. അപ്പൊ നമ്മളിപ്പൊ ഇറങ്ങി, 10:30 നമ്മൾ ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 1.5 മണിക്കൂറുണ്ട് ഇനിയും അങ്ങോട്ടേക്ക് അല്ലെ. ആദ്യം ബ്രൈഡിന്റെ വീട്ടിലേക്കല്ലേ പോകുന്നത്. ബ്രൈഡിന്റെ വീട്ടിൽ പോകണം. അവിടുന്ന് നമ്മള് അവള് ഗെറ്റിംഗ് റെഡിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചർച്ചിലേക്ക് പോകും. ചർച്ചിൽ നിന്ന് വീണ്ടും കുർബാന കഴിഞ്ഞ് കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ റിസപ്ഷൻ അത് കഴിഞ്ഞ് നമ്മള് വരും. അപ്പൊ അതാണ് ഇന്നത്തെ പരിപാടി ഗൈസ്. അപ്പോ ഞാൻ ഓൾമോസ്റ്റ് കൊറേ സമയം പോസ്റ്റ് ആയിരിക്കും, എന്നാലും കാണാം അവിടെ എന്തൊക്കെ നടക്കുന്നതെന്ന് കാണാം അവിടെ. അതെ, പിന്നെ പള്ളി ക്രിസ്ത്യൻ വെഡിങ് കൂടി ആയപ്പോ ഞാൻ വിചാരിച്ചു നല്ല ഫുഡ് കിട്ടും, നല്ല ചിക്കനും മട്ടനെല്ലാം ഉണ്ടാവും. പിന്നെ അത് മാത്രല്ല, പള്ളി പോയിട്ട് കുറച്ചായി. ഞാൻ വിചാരിച്ചു എല്ലാം അങ്ങനെ നടക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളങ്ങ് ഇറങ്ങിയതാണ്. നമ്മള് എന്തായാലും തിരിച്ചു വരുമ്പം രാത്രി 10 മണിയെല്ലാം ആവും എന്തായാലും അല്ലെ. 10 മണി കഴിയും. അവിടുന്ന് തീരുമ്പോ തന്നെ 10-10:30 ആവും. നമ്മള് വീട്ടിലെത്തുമ്പോ എന്തായാലും ഒരു 11-12 മണി ആവാൻ ചാൻസ് ഉണ്ട്. അതെ, അപ്പൊ അതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ പരിപാടി. അപ്പൊ നമുക്ക് ഇനി ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. ഷിജേട്ടൻ ചീറി പായുകയാണ്. ട്രാഫിക് ഉണ്ട്, സമയമായി. ഇപ്പോഴേ ഞാൻ പറഞ്ഞതാ വേഗം ഇറങ്ങ്. നമ്മള് ലേറ്റ് ആയിട്ടൊന്നുമില്ല, എപ്പോഴും അവിടെ എത്താൻ പറഞ്ഞ സമയത്തിന്റെ 10 മിനിറ്റ് മുമ്പ് എത്തുന്നാണ് കാണിക്കുന്നത്. കുഴപ്പമില്ല. ട്രാഫിക് അല്ല, ഞാൻ ഇന്ന് വന്നത് കൊണ്ടില്ല, അവസാനം ഇത് എന്റെ കലയിലാവാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. ആദ്യമായിട്ട് ലേറ്റ് ആക്കാണ്ട് യെസ്, ഞാൻ ഇന്ന് പതിവിലും വിപരീതമായി നേരത്തെ. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി ഗൈസ്. അവസാനം ഇതാണ് പെണ്ണിന്റെ വീട്. ഇവിടെയാണ് അവർ താമസിക്കുന്നത്. ഗൈസ്, ഫോട്ടോഷൂട്ട്, വെഡിങ് ഡ്രസ്സിൻ്റെ ഫോട്ടോഷൂട്ട്. ഇത് ചെളിയായി കഴിഞ്ഞാൽ ഇതിൻ്റെ പൈസ ഇവർ രണ്ടുപേരും കൂടെ വാങ്ങിക്കൊടുക്കുന്നതായിരിക്കും. ഡ്രസ്സ് തൂക്കിയിട്ട സ്ഥലം മാറ്റി ഗൈസ്. ഇവിടെ ഏകദേശം എല്ലാവരും റെഡിയായി. ഒരു ഫോട്ടോഷൂട്ട് അപാരത. ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. ഗൈസ്, ഞങ്ങൾ പള്ളിയിലേക്ക് പോവാണ് കല്യാണം കൂടാൻ. ഞാൻ കല്യാണം കൂടാനും നിങ്ങൾ കല്യാണം എടുക്കാനും. ഫ്രണ്ട്സ് കണ്ടോ പള്ളി? ഇതല്ലേ പള്ളി? ഇത് പള്ളി പോലെ ഇല്ലല്ലോ, പക്ഷേ അതാ പള്ളി. നമ്മൾ കറങ്ങി വരണം. കല്യാണ ചെറുക്കൻ ഈ വണ്ടിയിലുണ്ട്. നമ്മളങ്ങനെ കറങ്ങി പള്ളീൻ്റെ മുന്നിലെത്താണ്. എത്തിയില്ലേ? ഇപ്പം എത്തും.
അപ്പം നമ്മളങ്ങനെ പള്ളിയിലെത്തി. ഞാൻ കുർബാനയൊക്കെ ഇംഗ്ലീഷിലാണ് കുർബാന, പക്ഷെ എന്നാലും പ്രാർത്ഥിച്ച് നമ്മൾ മലയാളത്തിൽ പഠിച്ചാൽ മതിയല്ലോ. അപ്പം ഇവരെ ജോലി ആ സൈഡിൽ കൂടെ ഇവരെ വർക്ക് ചെയ്യും. ഞാനിപ്പുറത്തിരുന്ന് ഞാനിപ്പുറത്തിരുന്ന് കല്യാണം കാണും. അതൊക്കെയാണ് ഗൈസ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ പള്ളീൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെന്നല്ലേ ഇവർ പറഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇനി ഫോണ് ഒന്നും നമുക്കറിയില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നൈസായിട്ട് കാണിച്ചു തരാം. ഓക്കെ, സത്യം. ഫ്രണ്ട്സ്, നമ്മുടെ പള്ളി കയറി കഴിഞ്ഞാൽ നമുക്ക് പ്രേയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിൽ. ജോട്ടൻ ഓടിക്കളിക്കുന്നു ഗൈസ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചർച്ചിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഞാൻ അതിൻ്റെ ഇടയിൽ ഞാനൊരു വോയിസ് കൊടുക്കാൻ പോയതായിരുന്നു ഒരു വീഡിയോയ്ക്ക്. അപ്പോഴത്തേക്ക് ഒരു ചായ കുടിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ വേഗം ഒരു ചായ കുടിക്കട്ടെ ഗൈസ്. ഇപ്പം ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുവാണ്, കപ്പിൾ ഫോട്ടോസ്. അപ്പോൾ ഞാൻ ഓടിപ്പോയി ഒരു കാപ്പിയും ഒരു സാൻഡ്വിച്ച് എടുത്തു. പക്ഷെ എനിക്കത് മുഴുവൻ കഴിക്കാൻ പറ്റില്ല. ഒരു കഷ്ണം ശരിയോട്ടൻ്റെ വായിൽ വെച്ച് കൊടുത്തു. അപ്പോൾ അപ്പോഴേക്ക് പിന്നെ എന്നെ എന്തിനും ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ഞാൻ ഓടി വന്നു. അപ്പോൾ നല്ല മഴക്കാറുണ്ട്. സമയം 5:30 അങ്ങനെ ആയതേ ഉള്ളൂ, പക്ഷെ നല്ല മഴക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം നല്ല മഴ പെയ്യുന്നു. അവർ അതുകൊണ്ട് ഭയങ്കര ഫാസ്റ്റ് ആക്കുവാണ്. ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ റിസപ്ഷൻ്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വരാം ഫ്രണ്ട്സ്. ഗൈസ്, ഇതാണ് നമ്മുടെ പള്ളി. നമ്മുടെ നാട്ടിലൊരു ഷേപ്പൊന്നുമല്ല. അങ്ങ് അപ്പുറത്തൊരു കുരിശുണ്ട്, ഉണ്ടോ? ഒരു കുരിശുണ്ട്. ഇവിടെ ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ ഇനിയും കഴിഞ്ഞില്ല. സമയം ഇപ്പോൾ 6 മണി ആവുന്നേ ഉള്ളൂ. പക്ഷേ നല്ല മഴ വരുന്നത് കൊണ്ട് ഫുൾ ഇരുട്ടായിട്ടുള്ള നല്ല ഇടിയും മിന്നലെല്ലാം ഉണ്ട് ഗൈസ്. വർക്കെടുത്ത് ക്ഷീണിച്ച് വന്ന 2 യുവാക്കൾ എങ്ങനെയുണ്ട്? ഇതൊക്കെ എന്തല്ലേ എന്നല്ല. ലൈറ്റ് പോയോണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. ഞങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല. മാങ്ങാപ്പഴം പാർക്ക് പണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. സ്റ്റേജ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും നല്ല മഴയാണ് ഇവിടെ. മഴ പെയ്തു. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ മഴ പെയ്തിട്ട് ചെയറിനെല്ലാം ഷീറ്റ് വെച്ചിട്ട് എല്ലാവരും മഴയത്തുനിന്ന് കയറി നിന്ന് ഇവിടെ ചെയറിലിരിക്കുകയാണ്. നല്ല മഴ കാരണം ഇപ്പോൾ ഇൻഡോർ ആക്കി മാറ്റിയിട്ടുണ്ട്. അതായത് പുറത്ത് നടക്കേണ്ട പരിപാടിയായിരുന്നു, ഉള്ളിലേക്ക് മാറ്റി. ഇവിടെ ഇപ്പോഴും നല്ല മഴയാണ്. ഫ്രണ്ട്സ്, മഴ മാറി
അറിയാതുകൊണ്ട് പിന്നെയും പുറത്തേക്ക് ഞങ്ങൾ വന്നു. The beautiful bride and her groom, Mr. and Mrs. Kevin Matthew. Make some noise, ladies and gentlemen. ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മൾ രാവിലെ 12 മണിക്ക് പെണ്ണിന്റെ വീട്ടിൽ ഇതുവരെ എടുത്തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. ഇപ്പൊ കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് കഴിച്ചല്ലേ? അതെ. അപ്പം ഇപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോകുന്നു. ഇപ്പൊ 9:30 ആച്ചായി. വിശന്ന് ചത്തു. ഗൈസ്, ഞാൻ റൈസും ചിക്കനും മാത്രം എടുത്തോളൂ. ഹായ് ഗൈസ്. കഴിഞ്ഞില്ലല്ലോ? കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഗ്രൂപ്പ് സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമയം 11:30 ആയില്ലേ? മഴ പെയ്തുകൊണ്ട് കുറച്ചു നേരം നല്ല ലാഗ് വന്നു. ഏകദേശം ഒരു 2 മണിക്കൂറോളം പോസ്റ്റായി. അതെ, ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഗൈസ്. ആൾക്കാരിങ്ങനെ ഗസ്റ്റ് വന്നും പോയിക്കൊണ്ടും നിൽക്കുന്നതാണ്. ഇനി ഇവരെ കുറച്ച് കപ്പിൾ ഫോട്ടോസും കൂടി എടുത്തു കഴിഞ്ഞാൽ കഴിയും. പക്ഷെ അതെപ്പോൾ കഴിയും എന്നറിയില്ല. എനക്ക് ഉറക്കം വരുന്നുണ്ട്. മര്യാദക്ക് വീട്ടിലിരുന്നാൽ മതി. പക്ഷെ കുഴപ്പമില്ല. ഇനിയുടെ ഫുള്ള് ലൈറ്റും സൗണ്ടും എല്ലാം ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം കുറച്ച് നേരം വിശന്നിരുന്നെങ്കിലും നല്ല ഫുഡായിരുന്നു. നല്ല മട്ടൻ ബിരിയാണി. ഞാൻ മട്ടൻ ബിരിയാണി മാത്രമേ എടുത്തിട്ടുള്ളൂ. ചേട്ടൻ എന്തായാലും എടുത്തു. എല്ലാവരും വിശന്ന് നിൽക്കുന്നുണ്ടായി. അപ്പം ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പോവും ഗൈസ്. പ്രിൻസി ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ വൈൻഡപ്പ് എടുക്കുക. അതെ, അപ്പൊ അല്ലെങ്കിൽ ഇത് വൈൻഡപ്പായിട്ട് നിങ്ങൾ പരിഗണിക്കണം. ഇറക്കി വിട്ടു വണ്ടി. എന്നോടൊന്ന് അവിടെ വരെ ഡ്രോപ്പ് ചെയ്യാമെന്ന് ചോദിച്ചപ്പോ എനിക്ക് പറ്റില്ല അല്ലേ? സിജോ തോമസ് വഴിയിൽ ഇറക്കി വിട്ടു തന്നെ. ക്രൂരൻ. ഇത് കേക്കണം, നിങ്ങള് കേക്കണം. അപ്പൊ ഞമ്മള് വീട്ടിലെത്തി. സമയം 1 മണിയായി. അപ്പൊ ഇനി ഫുഡെല്ലാം കഴിച്ചു വന്നിട്ട് ഫുഡൊന്നും കഴിക്കണ്ട. ഇനി മെലഴുക, കടന്നുറങ്ങുക, അത്രേ ഉള്ളൂ ഗൈസ്. ഓ അല്ല, ഞാനിതിന് മുന്നേയും പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ചായല്ലേ വരാത്ത? കൊറേ ആയി വരാത്ത ഇപ്പൊ. പക്ഷെ കുഴപ്പമില്ല. എന്താ എനിക്ക് കാര്യമായിട്ട് പണിയൊന്നുമില്ല, ഇവർക്കാന്നുള്ള പണി. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.